കഴിഞ്ഞു. ഒന്ന് കല എല്ലാരും പൊക്കാൻ പറ്റും. ഒന്ന് കലം പൊക്കി പിടിച്ച്, എല്ലാരും കലം പൊക്കി പിടിച്ച്. Baba. Otur bana. Nedir? Tiene con el río.
വെയിൽ കൊള്ളണം. എല്ലാ ദിവസവും അതുപോലെ തന്നെ പട്ടിണി കൊണ്ട് ജനം വരുമ്പോൾ ദൂർത്തടിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുന്ന അവസ്ഥയാണ് എന്നുള്ളത്. പ്രതിഷേധവുമായിട്ടാണ് മഹിളാ കോൺഗ്രസ് ജില്ലകളായിട്ട് ഇങ്ങനെയൊരു പ്രതിഷേധമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു പരിപാടിക്ക് സ്വാഗതം പറയുന്നതിന് വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീമതി ശർമ്മളെ ക്ഷണിക്കുന്നു. നമ്മുടെ പ്രിയങ്കരായ നേതാക്കന്മാർ, സഹപ്രവർത്തകർ, ഈ പൊരിവെയിലത്ത് നമ്മൾ സ്ത്രീകൾ വീട്ടമ്മമാർ സമരം ചെയ്തത് ഈ നാട്ടിലെ ഓരോ ചെറുതിന്റെ വേണ്ടിയുമാണെന്നുള്ള കാര്യം പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. മുഴുവൻ പാവപ്പെട്ടവരും പോലും നൽകാതെ 5 മാസത്തിലേറെയായി എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ ദൂർത്തടിച്ച് നടക്കുന്ന സർക്കാരിനെതിരെയുള്ള വലിയൊരു പ്രതിഷേധമാണ് ഞങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഇതിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ DCC പ്രസിഡന്റ് ശ്രീ മോഹൻ ജോർജാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മനസ്സിലാക്കാൻ പോലും കഴിവില്ലാത്ത ഒരു ഭരണകാരിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള ജനങ്ങൾക്ക് നാണങ്ങളുണ്ടാകുന്ന രീതിയിലാണ് കോടികൾ സമ്പാദിക്കുമ്പോൾ നികുതി അടിച്ച് ജീവിതം മുന്നോട്ടെങ്കിലും നയിക്കണമെന്നറിയാതെ കഷ്ടപ്പെടുന്ന ജനങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ലാത്ത ഒരു ഭരണാധികാരി അത് അപമാനമാണെന്ന് മാത്രം സൂചിപ്പിച്ചോണ്ട് ഞാനിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാ നേതാക്കന്മാർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ശ്രീമതി ശ്രീജാമടമെന്ന് ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാന്യായ ഈ ഒരു പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യാനെത്തിയ DCCയുടെ ആരാധനായ അധ്യക്ഷൻ മാർട്ടിൻ ജോർജ് അവർ, KPCC മെമ്പർ ആയ മുഹമ്മദ് ഖാദൂർ അവർ, DCCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ രജിത് നാറ, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി രജനി രമാനും, സംസ്ഥാന സെക്രട്ടറിമാരായ നസീമ ഖാദർ, PC പ്രിയ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റുമാർ ഷർമിള, ലത, മറ്റ് ട്രഷറർ കുഞ്ഞമ്മ തോമസ്, അതുപോലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ബ്ലോക്ക് ഭാരവാഹികൾ, മറ്റ് മഹിളാ കോൺഗ്രസിന്റെ പ്രിയ നേതാക്കന്മാരെ, നമുക്കറിയാം ഇന്ന് എത്രമാത്രം ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് നമ്മുടെ വീട്ടമ്മമാർ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. വിലക്കയറ്റം ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് അധികാരത്തിൽ വരികയും ഇപ്പോൾ അടിക്കടി ഒരാഴ്ച കൊണ്ട് തന്നെ അരിക്ക് 10 കിലോ 10 രൂപ വർദ്ധിപ്പിച്ച ഈ ഒരു സാഹചര്യത്തിൽ ഏത് രീതിയിലാണ് ഓരോ ദിവസവും തള്ളി നീക്കേണ്ടത് എന്ന് അറിയാതെ കഷ്ടപ്പെടുന്നതാണ് ഓരോ വീട്ടമ്മമാരും. നമുക്കറിയാം വീട്ടമ്മമാരുടെ സാധാരണക്കാരായ ജനങ്ങളുടെ വേഗ അധ്വാനിയാണ് സപ്ലൈകോയും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റുകളും. പക്ഷേ സപ്ലൈകോയും മാവേലി സ്റ്റോറുകളും ഇപ്പോൾ സപ്ലൈകോ പോലുള്ള സാധനമില്ലാത്തൊരവസ്ഥയാണ് നിലനിൽക്കുന്നത്. അരിവില കുത്തനെ ഉയരുമ്പോഴും സപ്ലൈകോ സാധനമില്ലാതെ 13 ഇനങ്ങൾക്ക് സബ്സിഡി കിട്ടുന്ന ആ സാധനങ്ങൾ പോലും ഇല്ലാത്തതും അതുപോലെ തന്നെ സബ്സിഡി നിർത്തലാക്കുകയും അതേപോലെ തന്നെ സബ്സിഡി സപ്ലൈകോയിലെ സാധനങ്ങൾക്ക് വില കൂടുവാനുള്ള തീരുമാനവും നമ്മുടെ ഗവൺമെന്റ് എടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ രീതിയിൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് നമ്മുടെ ഓരോ വീട്ടമ്മയും കടന്നു പോകുന്നത്. ഏത് കാര്യത്തിലും നമുക്കറിയാം ഗവൺമെന്റിന്റെ അഴിമതി പൈസ ഇല്ല കടമാണ് എന്ന്
ഓരോ ദിവസവും പറയുമ്പോഴും അതിനനുസരിച്ചുള്ള ദൂർത്ത് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കഴിഞ്ഞ ദിവസങ്ങളായി നടന്ന നവകേരള സദസ്സിനും അതുപോലെ കേരളീയം പരിപാടികൾക്കും അതുപോലെ പിണറായിയുടെ കുടുംബത്തിനും വേണ്ടി ഇത്രമാത്രം പൈസ ചെലവഴിക്കുമ്പോഴും ദൂർത്ത് അടിക്കുമ്പോഴും സാധാരണയായ ജനങ്ങൾക്ക് ഒരു ഉപകാരമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരിനെതിരായ ഒരു പ്രതിഷേധ മാർച്ചാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്നത്. ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ ആരാധനായ DCC അധ്യക്ഷൻ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതാരും തന്നെ വയലുകളിൽ നിന്ന് കൃഷി ചെയ്യുന്നില്ല. കാരണം ചെയ്താൽ അവൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അവരത് പിടിച്ചോ ആകെ കുട്ടനാട് കോൺഗ്രസിന്റെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് വിളവെടുപ്പ് കാലത്ത് കണ്ടതാണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മെമ്പറും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് പ്രത്തു, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ഏറെ പ്രിയങ്കരിയായ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റും KPCC മെമ്പർ കൂടിയായിട്ടുള്ള രജനി രമാനൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള DC പ്രിയ, നസീമ ഖാദർ, മറ്റ് ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമരം നടത്തേണ്ടതിന്റെ വന്ന കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് ജമീൽ മേത്തറുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ സമരം നമ്മൾ കണ്ടു. അതിനുശേഷമാണ് ജില്ലാ ആസ്ഥാനങ്ങളിൽ സപ്ലൈകോയുടെ മുന്നിലും മറ്റ് പൊതുവിതരണ സ്ഥാപനങ്ങളുടെ മുന്നിൽ ഇത്തരത്തിലുള്ള സമരം നടത്തുവാൻ വീട്ടമ്മമാർ മുന്നോട്ട് വരുന്ന സാഹചര്യം കേരളത്തിലെ സർക്കാരിന്റെ കെടുകാര്യസ്ഥതകൊണ്ടാണ് എന്ന് നമുക്കറിയാം. ഈ ഗവൺമെന്റ് അധികാരമേറ്റെടുത്ത്, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാർ അധികാരമേറ്റെടുത്ത് 2 വർഷം നിങ്ങൾ പൊതുവിതരണ രംഗത്തുണ്ടായ വിലവർദ്ധനവ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സാധനങ്ങളുടെ നിത്യോപയോഗ സാധനങ്ങൾ, ആ സാധനങ്ങളുടെ വില നമ്മൾ ഒരു കാലത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അരിയുടെ ആയാലും ഞാൻ ഓരോരോ സാധനങ്ങളുടെ പേരെടുത്ത് പറയുന്നില്ല. അതൊക്കെ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഇരട്ടിയും ഒരു സാധാരണ ഒരു തൊഴിലാളിക്ക്, ഒരു കർഷകനെ എന്ന് വേണം ഒരു സാധാരണക്കാരന് അവന് മേടിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇന്ന് സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. നമുക്കറിയാം, പൊതുവിപണിയിൽ വില വർദ്ധിപ്പിക്കുമ്പോൾ നമ്മൾ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി സിവിൽ സപ്ലൈകോയും അതുപോലെ തന്നെ മാവേലി സ്റ്റോറുകളൊക്കെ നമ്മൾ നടത്താറുണ്ട്. സാധാരണക്കാരന് ഇത്ര വലിയ വിലക്ക് സാധനങ്ങൾ മേടിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അതിനെ തരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സപ്ലൈകോ മാവേലി സ്റ്റോറുകളടക്കം നിൽക്കുന്നത്. പക്ഷേ ഇന്ന് മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ എന്താണ്? സപ്ലൈകോയിൽ എന്തെങ്കിലും ഒരു സാധനം ലഭിക്കുന്നുണ്ടോ? ഞാനിവിടെ മഹിളാ കോൺഗ്രസിന്റെ നേതാക്കന്മാരോട് പറയേണ്ട കാര്യമില്ല. സാറിന് നിത്യേന അവിടെ പോയി സാധനങ്ങൾക്ക് വേണ്ടി ക്യൂവിൽ നിൽക്കുന്നവരാണ്. ക്യൂവിൽ സാധനം മേടിക്കേണ്ട പോയിന്റിലേക്ക് എത്തുമ്പോൾ ആ ഷോപ്പിലേക്ക് ചോദിക്കുമ്പോൾ, സാധനങ്ങൾ വിതരണം ചെയ്യുന്നവരോട് ചോദിക്കുമ്പോൾ, ഏത് സാധനത്തിൽ അരിയുണ്ടോ? ഇല്ല. പയറുണ്ടോ? ഇല്ല. പഞ്ചസാരയുണ്ടോ? ഇല്ല. ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഒരു 20 സാധനങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവസാനം 21ാമത് എത്തുമ്പോൾ ഉണ്ട്. പക്ഷേ അവരതിന്റെ എമൗണ്ട് ഇത്ര എമൗണ്ട് വേണം, അത്ര അതില്ല, കുറച്ച് തൽക്കാലം തരാം. ഏത് ശ്വാസമടക്കം വെള്ളം കൊടുക്കുമ്പോൾ അത്യാവശ്യം വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യം. പ്രിയമുള്ളവരെ, ഇതാണ് ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത. സാധാരണ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ അത് ഓണത്തിനാണ് നമുക്കറിയാം, പ്രധാന വിശേഷ ദിവസങ്ങളിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ സാധനങ്ങളുടെ വില വർദ്ധിക്കാറുണ്ട്. അപ്പോഴൊക്കെ ഗവൺമെന്റ് ചെയ്യുന്നതാണ് പൊതുവെ വിളിച്ചു വരുത്തി, പ്രതിപക്ഷ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഗവൺമെന്റിന് മന്ത്രിമാരിൽ നിന്ന്, ഉദ്യോഗസ്ഥരിൽ നിന്ന് ചർച്ച നടത്തി ഇതെങ്ങനെ സാധാരണക്കാർക്ക് അവന് പറ്റുന്ന രീതിയിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന്, സാധനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന
ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്ന ആലോചന നടത്താറുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരെടുത്തിട്ടുണ്ടോ? മന്ത്രിമാരെ എടുത്തിട്ടുണ്ടോ? എംഎൽഎമാരെ എടുത്തിട്ടുണ്ടോ? രാഷ്ട്രീയമാർ എടുത്തിട്ടുണ്ടോ? ആരെങ്കിലും ഒന്നിച്ചിരുന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇതൊന്നും ഈ സംസ്ഥാനത്ത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. പ്രിയമുള്ളവരെ, ഇവിടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ലേ? ആ ബഡ്ജറ്റ് കഴിഞ്ഞ വർഷം ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ എന്താണ് നമുക്ക് കാണാൻ സാധിച്ചത്? എങ്ങനെയാണ് ഈ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുന്നത്? പെട്രോൾ ഡീസലിന്റെ വില കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ എന്താണ് തീരുമാനിച്ചത്? യുഡിഎഫിന്റെ സർക്കാർ എന്താണ് തീരുമാനിച്ചത്? ഇവിടെ കിട്ടുന്ന സെസ് വേണ്ട, ലാഭം വേണ്ട, നികുതി അതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നികുത്തുന്ന നികുതിയുടെ ലാഭം കേരള സംസ്ഥാനത്തിന് വേണ്ട എന്ന് പ്രഖ്യാപിച്ചു ഉമ്മൻചാണ്ടി. ഇതിനു വേണ്ടിയാണ് ഇവിടെ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തണം. നിത്യോപയോഗ സാധനങ്ങളെ വില വർദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ വാഹനങ്ങൾ, ആ വാഹനം ഓടുമ്പോൾ പെട്രോൾ ഡീസൽ വേണം. അങ്ങനെ വരുമ്പോൾ സാധനങ്ങളുടെ വില വർദ്ധിക്കും. ഇതിപ്പോൾ സംബന്ധിച്ച് ഈ ഗവൺമെന്റ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ലോകത്ത്, ഇന്ത്യ രാജ്യത്ത് ഒരു സംസ്ഥാനം പോലും ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ആ സംസ്ഥാനത്ത് പെട്രോളിനോ ഡീസലിനോ ഏർപ്പെടുത്തിയിട്ടില്ല. ഇവിടെ 2 രൂപ അധികം ഏൽപ്പിച്ചുകൊണ്ട് കേരളത്തിൽ വില വർദ്ധനവ് സംബന്ധിച്ചു. അതുകൊണ്ട് തന്നെ ആ ബഡ്ജറ്റ് വന്ന ഉടനെ തന്നെ ഇവിടെ സാധനങ്ങളുടെ വില ഇരട്ടിയായി വർദ്ധിച്ചു. അതാണ് സാധനങ്ങളുടെ വില. നിങ്ങളൊന്ന് ആലോചിക്കണം. ഏതെങ്കിലും ഒരു സംസ്ഥാനം അത്രത്തോളം നിലപാട് സ്വീകരിക്കുമോ? ഒരിക്കലുമില്ല. പക്ഷേ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് അത്രത്തോളം തീരുമാനമെടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്ത് വില വർദ്ധനവ് പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിൽ വില വർദ്ധന വന്നിരിക്കുന്നു. എന്നിട്ട് അതിനുവേണ്ടി എന്താ സംസാരം ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഏതെങ്കിലും ഒരു ചർച്ച നടന്നിട്ടുണ്ടോ? അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ ഒരു ചിന്തയുമില്ല, ഒരു ചർച്ചയുമില്ല, ആർക്കും ആരോട് പ്രതിബദ്ധതയില്ലാത്ത ഈ ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. സ്വന്തം വീട്ടിലെ കാര്യം മാത്രം, സ്വന്തം മകളുടെ കാര്യം മാത്രം നോക്കുന്ന ഒരു മുഖ്യമന്ത്രിയായ, സ്വന്തം മരുമകളുടെ കാര്യം മാത്രം, സ്വന്തം തറവാട്ടിന്റെ കാര്യം മാത്രം നോക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഗവൺമെന്റിന്റെ ഘടികാരശ്രീക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തണം. പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്, നിരവധി പ്രക്ഷോഭം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഗവൺമെന്റ് കണ്ണു തുറക്കുന്നില്ല. നമ്മൾ കണ്ടതല്ലേ, നിരവധി സമരങ്ങൾ നടത്തി. പക്ഷേ ഈ ഗവൺമെന്റ് ജനങ്ങളുടെ പക്ഷത്തല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്ര സമരങ്ങൾ നടത്തിയിട്ടും ജനകീയ പക്ഷത്ത് നിന്നുകൊണ്ട് ചിന്തിക്കാൻ ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, നേതാക്കന്മാർക്ക് അത് സംബന്ധിച്ചിടത്തോളം ഒരു ആവശ്യവുമില്ല. നവ കേരള യാത്ര നടത്തിയപ്പോൾ, കേരളീയം നടത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ്, കൂർത്ത് നമ്മൾ കണ്ടതാണ്, അവർ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ കണ്ടതാണ്. ഒരു നേരം 20 മന്ത്രിമാരിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ കാഴ്ച കണ്ടാൽ മതി. ആ ഭക്ഷണത്തിന്റെ മുടക്ക് മുതൽ മതി. പ്രിയമുള്ളവരെ, ഒരു വാഹന സ്റ്റോർ മര്യാദകൾ നടത്താൻ എന്തൊരവസ്ഥയാണ്. കേരളം നടത്തി 27 കോടി രൂപ ഇവിടെ ദൂർത്ത് നടത്തി. ഇവിടെ ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി, കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് സാധിക്കുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ 8 വർഷങ്ങൾ 9 വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത പണമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നിങ്ങൾ ആലോചിക്കണം. വർഷം 9-8 കഴിഞ്ഞു. എന്നിട്ടും ഉമ്മൻചാണ്ടി സാർ ഇറങ്ങിപ്പോയ സമയത്ത് ഉച്ചഭക്ഷണത്തിന് കൊടുത്ത അതേ പണമാണ് ഇപ്പോഴും കൊടുക്കുന്നത്. പക്ഷേ അത് കൊടുക്കുന്നില്ല എന്ന് കാണണം. ഉച്ചഭക്ഷണത്തിന് പണം കൊടുക്കുന്നില്ല. ക്ഷേമനിധി പെൻഷന്റെ കാര്യമാണ് നിങ്ങൾ പരിശോധിക്കണം. ഈ ഗവൺമെന്റ് എന്താണ് പറഞ്ഞത്? ഈ സംസ്ഥാനം കൊണ്ട് നികുതി 4000 കോടി രൂപ നികുതി വർദ്ധിപ്പിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. ആർക്കാണ് ക്ഷേമ പെൻഷൻ കൊടുത്തിരിക്കുന്നത്? ഇപ്പോ എത്ര കാലമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു? ഈ പണമെല്ലാം ഇങ്ങോട്ടാണ് പോകുന്നത്. മെഡിസിപ്പ് പദ്ധതി പ്രകാരം ഒരു ജീവനക്കാരൻ എടുക്കുന്നത് 500 രൂപയാണ് ഒരു മാസം മേടിക്കുന്നത്. 6 ലക്ഷത്തിന് മുകളിലോട്ട് ജീവനക്കാരൻ എടുത്തത് കിട്ടുന്ന ഒരു മാസം 500 രൂപ വെച്ച് മേടിക്കുന്ന പണം ഇങ്ങോട്ട് പോകുന്നു. ഇതൊക്കെ ഈ ഗവൺമെന്റിനെ അടിച്ചു മാറ്റുക. ക്യാമറയിൽ അടിച്ചു മാറ്റി, ലൈബ്രറി പദ്ധതിയിൽ അടിച്ചു മാറ്റി, എല്ലാത്തിലും അടിച്ചു മാറ്റുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. CPM നേതാക്കന്മാരുടെ കുടുംബം മാറിയിരിക്കുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കണം. ഇവിടെ വീട്ടമ്മമാരാണ് സംഘടിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരിട്ടറിയാവുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന വ്യാപകമായി ഈ
രാഷ്ട്രീയ പരിപാടികളുമായി മഹിളാ കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത്. ഈ ധീരമായ നിലപാടുമായി ഈ ജനകീയ വിഷയവുമായി മുന്നോട്ട് വന്ന മഹിളാ കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റിയിൽ അഭിനന്ദിച്ചുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ധർണാ സമരം ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഇക്കോണമിയാണ്. ഈ ഇക്കോണമിയുടെ നിലനിൽപ്പ് അടുത്തതായി നമ്മളോട് കൂടുതൽ ഇന്ന് കാണുന്ന അവസ്ഥ സംസാരിക്കാൻ വേണ്ടി KPCC മെമ്പർ ശ്രീ മുഹമ്മദ് മുതാത്ത് അവർ രണ്ട് മൂന്ന് തലമുറ അപ്പോൾ ആചാര്യന്റെ ബഹുമാന്യായ അധ്യക്ഷ, മഹിളാ കോൺഗ്രസിന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീമതി ശ്രീജ മഠത്തിൽ ഈ പ്രതിഷേധ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അമരക്കാരൻ അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷ പ്രിയങ്കരിയായ രജനി രമാനന്ദ്, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട രജിത് നാനന്ദ്, മറ്റ് മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികൾ നസീമ ഖാദർ, TC പ്രിയ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ സുപ്രധാനമായ ഒരു വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൽ മഹിളാ കോൺഗ്രസ് ഇന്ന് പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നമ്മളൊക്കെ നേരത്തെ പറയാറുണ്ടായിരുന്നു. വിലവർദ്ധനവ് മാണം പോലെ കുതിച്ചുയരുകയാണ്. പക്ഷേ ഇപ്പോഴെന്താണ് അവസ്ഥ? വിലവർദ്ധനവ് റോക്കറ്റ് പോലെയാണ് കുതിച്ചുയരുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരു വിലവർദ്ധനവ് കേരളത്തിലുണ്ടായിരിക്കുന്നത്? നമുക്കറിയാം, സാധാരണയായി ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ പൊതുമാർക്കത്തിൽ വിലവർദ്ധനവുണ്ടാകുമ്പോൾ ആ വിലവർദ്ധനവ് പിടിച്ചു നിർത്താൻ, അത് തടയാൻ ഗവൺമെന്റിന് പ്രായോഗികമായ ചില നടപടികളുണ്ട്. ആ നടപടികൾ എന്ന് പറയുന്നത് അത് മാവേലി സ്റ്റോർ പോലെ, സപ്ലൈകോ പോലുള്ള പൊതുവിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ഇവിടെ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ എന്താണ് പറഞ്ഞത്? മാവേലി സ്റ്റോറുകളിൽ 13 എസൻഷ്യൽ ഐറ്റംസിന് വില വർദ്ധിക്കുകയില്ല എന്നാണ്. എന്താ സ്ഥിതി? മാവേലി സ്റ്റോറിലും സപ്ലൈകോയിലും 13 എസൻഷ്യൽ ഐറ്റങ്ങൾക്ക് വില വർധനവുണ്ടാകില്ല എന്ന് പറഞ്ഞെടുത്ത് ഒരിക്കൽ പോലും ഈ ഐറ്റംസ് അവിടെ കിട്ടാനില്ല എന്ന് മാത്രമല്ല, വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് പൊതുമാർക്കറ്റിലുണ്ടാകുന്ന വില വർധനവിനെ പിടിച്ചു നിർത്താൻ ഇവിടെ നമുക്ക് സാധിക്കുകയില്ല? പൊതുമാർക്കറ്റിലെ വില വർധനവിനെ പിടിച്ചു നിർത്താൻ ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ട ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ കുത്തഴിഞ്ഞ് പാടെ തകർന്നിരിക്കുകയാണ്. ഇത് മറികടക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടോ? ഇവിടെ യാതൊരു നടപടിയും സ്വീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. അത് തയ്യാറാവാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ഗവൺമെന്റിന്റെ കയ്യിൽ 10ന്റെ പണമില്ല. ആശംസകളും ഗവൺമെന്റിന്റെ കയ്യിൽ നയാ പൈസയില്ല. ആ പണമില്ലാത്തത് എന്തുകൊണ്ടാണ്? ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഗവൺമെന്റിന്റെ ഖജനാവിൽ പണമില്ലാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചില്ലേ, ഉച്ചക്കഞ്ഞി വെച്ച സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വെച്ചതിന്റെ പണം കൊടുക്കാൻ പണമില്ല. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കാൻ പണമില്ല. ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് കൊടുക്കേണ്ട നിരവധിയായ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള നിരവധിയായ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പണമില്ല. കരാറുകാർക്ക് കൊടുക്കാൻ 19,000 കോടി വേണം. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ 40,000 കോടി വേണം. അതുപോലെയാണ് സപ്ലൈകോയുടെയും അവസ്ഥ. 6,000 കോടി രൂപയാണ് സപ്ലൈകോയുടെ ബാധ്യതയിലുള്ളത്. കഴിഞ്ഞ 4 മാസക്കാലമായി സപ്ലൈകോയ്ക്ക് യാതൊരു വിധത്തിലുള്ള സാധനങ്ങളും സപ്ലൈ ചെയ്യുന്ന കമ്പനികൾ ആ സാധനങ്ങളൊന്നും വിതരണം ചെയ്യുന്നില്ല. അത് മറികടക്കണമെങ്കിൽ ഗവൺമെന്റ് പണം കൊടുക്കണം. പണം കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. പണം കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. 6,000 കോടി രൂപ ബാധ്യതയുള്ള സപ്ലൈകോയ്ക്ക് പണം കൊടുക്കാതെ എങ്ങനെയാണ് ഈ പൊതുമാർക്കറ്റിലെ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ സാധിക്കുക? ഒരു മാസത്തിനിടയിൽ 10 രൂപയാണ് അരിക്ക് മാത്രം വർദ്ധിച്ചിരിക്കുന്നത്. ഈ കെടുകാര്യസ്ഥതയുടെ ദുരന്തം മുഴുവൻ പേറുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് എന്നുള്ളതാണ് വസ്തുത. ഇതിനെതിരായ പോരാട്ടം, അതിശക്തമായ പോരാട്ടമാണ് കേരളത്തിലെ മഹിളാ കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പോരാട്ടത്തിന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ, സാധാരണക്കാരായ ആളുകളുടെ ധാർമ്മികമായ പിന്തുണയുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മാർച്ചിന് നേതൃത്വം കൊടുത്ത മുഴുവൻ നേതാക്കന്മാരെയും, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന നേതാക്കന്മാരെയും കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി
അദ്ദേഹത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. ജയ് ഹിന്ദ്. തേങ്ങയും കശുവണ്ടിയും സർക്കാർ നേരിട്ട് സമ്മതിക്കുക. അടുത്തതായി നമ്മളെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ വേണ്ടി മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി രജനീരമായി ക്ഷണിക്കുന്നു. മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിന് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രതിഷേധ മാർച്ച് അധ്യക്ഷം വഹിക്കുന്ന മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ ശ്രീമതി ശ്രീജാമലമ്മ ഉദ്ഘാടനം ചെയ്ത DCCയുടെ അധ്യക്ഷൻ ശ്രീ മാർട്ടിൻ ജോർജ്, ആശംസകളൊക്കെ സംസാരിച്ച KPCC മെമ്പർ ശ്രീ മുഹമ്മദ് ബാത്തൂർ, DCC ജനറൽ സെക്രട്ടറി നാനാത്ത് ഉൾപ്പെടെയുള്ള മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിമാർ നസീമ ഖാദർ, പ്രിയ TC ഉൾപ്പെടെയുള്ള ബഹുമാനിയായ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ഭാരവാഹികൾ, ബ്ലോക്ക് പ്രസിഡന്റുമാർ, ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെ എത്തിച്ചേർന്നുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വരുന്ന 5 വർഷം സാധനത്തിന് ഒരു നയാ പൈസ പോലും വർദ്ധിപ്പിക്കലെന്ന് പറഞ്ഞ് വീണ്ടും അധികാരത്തിലേറിയ പിണറായി സർക്കാർ ഇന്ന് ഓരോ സാധനത്തിന്റെയും വില എവിടെയെങ്കിലും പരിശോധിച്ച് നോക്കുമ്പോൾ ഉദ്ഘാടനം പറഞ്ഞതുപോലെ തന്നെ റോക്കറ്റ് പോലെ കൊതിച്ചുയർന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായ സപ്ലൈകോ സ്റ്റോറിന് മുന്നിൽ ചെല്ലുമ്പോൾ അവിടെ അതൊരു സാധനവും ഇല്ല എന്ന് മാത്രമല്ല, സാധനമില്ല എന്ന് പറയുന്ന ഇവിടുത്തെ ജോലി നഷ്ടപരിഹാരം നൽകുക. രക്ഷിക്കൂ, രക്ഷിക്കൂ, കർഷകരെ രക്ഷിക്കൂ, 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 കർഷകരെ രക്ഷിക്കൂ. അടുത്തായി നമ്മെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി DTSNDP യൂണിയന്റെ വൈസ് പ്രസിഡന്റ് KK സ്വാഗതം ചെയ്യുന്നു. ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അനുഷ്ഠിച്ചിട്ടുള്ളത്. Vamos!
അവരുടെ വീട്ടിലേക്ക് വിടുവാൻ നമ്മുടെ അതൊരു സൂചനയാണ്. ഇനി ഇത് ആരിപ്പറയും അത് തുടർക്കാൻ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച്